ഗോപിയുടെയും ജോർജ് കുര്യന്റെയും കേന്ദ്രമന്ത്രിസഭയിലെ പ്രാതിനിധ്യം സ്വാഗതം ചെയ്ത സിറോ മലബാർ സഭ. കേരളത്തിന്റെ പൊതു താൽപര്യങ്ങൾ സംരക്ഷിക്കാനും വികസനം ത്വരിതപ്പെടുത്താനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്നും സഭ. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, സ്വാഗതം ചെയ്യുകയാണ് സിറോ മലബാർ സഭ. ഏറ്റവും പ്രധാനമായി തൃശൂരിലടക്കം സഭയുടെ സാന്നിധ്യം സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഉണ്ടായിരുന്നു എന്ന സൂചനകൾ, വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന ഈ ഘട്ടത്തിൽ തന്നെയാണ് സഭ, സിറോ മലബാർ സഭ, ഈ രണ്ട് കേന്ദ്രമന്ത്രിമാരെയും സ്വാഗതം ചെയ്യുന്നത്. തീർച്ചയായും ഭവ്യ, കാരണം ഇത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സഭ ഇതിന് മുന്നോട്ട് വരുന്നത് ഇതാദ്യം തന്നെയാണ്. കാരണം മന്ത്രിസഭയിലേക്ക് പുതിയ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടാകുന്നു. അവരെ സുസ്വാഗതം ചെയ്തുകൊണ്ടാണ് സിറോ മലബാർ സഭയുടെ ഒരു അറിയിപ്പ് ഇപ്പോൾ വരുന്നത്. അതിൽ ഒരാൾ, കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരിൽ ഒരാൾ സിറോ മലബാർ സഭ അംഗമാണ് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ജോർജ് കുര്യൻ പാലാരൂപത അംഗമാണ് സിറോ മലബാർ സഭയുടെ ഭാഗമായ. എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ടത് ഭാരതത്തിൻ്റെ നവോത്ഥാനത്തിനും സാംസ്കാരിക പുരോഗതിക്കും വിദ്യാഭ്യാസ നേട്ടങ്ങൾക്കും സ്വതന്ത്ര പ്രാപ്തിക്കും നിസ്തുല സംഭാവനകൾ നൽകിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പ്രവർത്തന ശൈലി ഈ സർക്കാരിനും തുടരാൻ സാധിക്കട്ടെ എന്നുകൊണ്ട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് ഇപ്രകാരമുള്ള രാഷ്ട്ര നിർമ്മാണ യജ്ഞങ്ങൾക്ക് മുഴുവൻ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് സിറോ മലബാർ സഭ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും സിറോ മലബാർ സഭയിലേക്ക് BJP നേതൃത്വം കുറേ നാളുകളായി ശ്രമിക്കുന്ന അവിടേക്കുള്ളൊരു പാലം, അതിൻ്റെ ഒരു ശ്രമങ്ങൾ കുറേ നാളുകളായുണ്ട്. അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് ഒരുപക്ഷെ എത്തിയെന്ന് നമുക്ക് വിശ്വസിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്യാം. പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നേടിയ വലിയ വിജയങ്ങളുണ്ട്. അതിൽ സിറോ മലബാർ സഭയ്ക്ക് വലിയ നിർണായക സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂരിൽ നേടിയ വിജയങ്ങൾ, പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുടി അടക്കമുള്ള മേഖലയിൽ സഭയ്ക്ക് സ്വാധീനമുള്ള തൃശ്ശൂർ മണ്ഡലങ്ങൾ അടക്കമുള്ള ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ട് BJPക്ക് വന്നിട്ടുണ്ട്, സുരേഷ് ഗോപിക്ക് വന്നിട്ടുണ്ട് എന്ന വിലയിരുത്തൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് അത്തരം വിലയിരുത്തലുകൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ സിറോ മലബാർ സഭയിൽ നിന്ന് ഇതിൽ രണ്ട് മന്ത്രിമാർ വന്നിട്ടുള്ളതിൽ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു പിന്തുണ അടക്കമുള്ള കാര്യങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തായാലും അത്തരം കാര്യങ്ങളിൽ കുറെ കൂടി ഒരു രാഷ്ട്രീയമായ ഒരു വിശകലനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സഭയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഈ രണ്ടുപേരെയും സ്വാഗതം ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഈ കേന്ദ്രമന്ത്രിസഭയിൽ തന്നെ സ്ഥാനമുറപ്പിച്ച രണ്ടുപേർക്കും സ്വാഗതം പറയുന്നതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭയ്ക്ക് മുഴുവൻ പിന്തുണയും അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ സിറോ മലബാർ സഭയുടെ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി സഭയെ, സിറോ മലബാർ സഭ അടക്കമുള്ള സഭകളെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ ഒപ്പം നിർത്താൻ വേണ്ടി BJP നടത്തുന്ന പെടാപ്പാടുകൾ നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നു, അവരെ ക്ഷണിക്കുന്നു വിരുന്നിനടക്കം. അത്തരം കാഴ്ചകളൊക്കെ ശേഷം ഇപ്പോൾ ഇതാ ജോർജ് കുര്യനടക്കം കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിച്ച സാഹചര്യം. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലടക്കം 20% വോട്ടുകൾ പ്രത്യേകിച്ചും സുരേഷ് ഗോപിക്ക് ക്രൈസ്തവ സഭയിൽ നിന്ന് ലഭിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ, സൂചനകളൊക്കെ പുറത്തു വരുന്ന സമയത്ത് തന്നെ സഭ സ്വാഗതം ചെയ്യുമ്പോൾ അത് എന്തിന്റെ സൂചനയാണ് നൽകുന്നത്? ഭവ്യ, അതിൽ കൃത്യമായ രീതിയിൽ തന്നെ അതിൽ പല രീതിയിലുള്ള ചൂണ്ടിക്കാണിക്കലുകളും തുടക്കം തന്നെ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ ഭവ്യ ഈ കാര്യങ്ങളിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി BJP ശ്രമിക്കുന്നത് ഈ സഭയിലേക്ക്, ഇതര സഭയിലേക്ക്, ക്രൈസ്തവ സമൂഹങ്ങളിലേക്ക്, ന്യൂനപക്ഷ ക്രൈസ്തവരിലേക്ക് എല്ലാം തന്നെയും കടന്നു ചെല്ലാൻ കഴിയുന്ന രീതിയിലേക്ക് പോയാൽ മാത്രമേ കേരളത്തിൽ ഒരു വളക്കൂറുള്ള ഒരിടമായിട്ട് BJPക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ മാത്രമേ ഒരു വിജയത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ചേരുവകൾ പരീക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്, അതിൻ്റെ ഒരു സാധ്യതകൾ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നൊരു വിലയിരുത്തൽ BJPക്ക് എല്ലാം തുടക്കകാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അത് കൃത്യമായ രീതിയിൽ വർക്കൗട്ട് ചെയ്തൊരിടം കൂടിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ഇതിൽ ഓർക്കുക, അതിൽ ഈ
തിരഞ്ഞെടുപ്പിന്റെ പിറ്റേന്ന് തന്നെയും ഇവിടേക്ക് സുരേഷ് ഗോപി സന്ദർശനം നടത്തിയത് ഈ മെത്രാസന മന്ദിരങ്ങളിലേക്ക് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പാലയിലേക്കും കോട്ടയത്തേക്കും എല്ലാം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ദിവസം തന്നെയുള്ള സന്ദർശനങ്ങളടക്കം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചേർത്തുപിടിക്കലിലേക്ക് BJP ശ്രമിക്കുന്ന ആ രീതിയിലേക്ക് മാത്രമേ കേരളത്തിൽ ഒരു നേട്ടമുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുക്കുക, അത് തീർച്ചയായും തന്നെ അത് ഒരു വേണ്ടപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മണിപ്പൂർ അടക്കമുള്ള ഒരു സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതടക്കം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക, സഭാമേലധ്യക്ഷന്മാരോട് കൂടുതൽ ഇത്തരം കാര്യങ്ങൾക്ക് അഭിപ്രായ പ്രകടനങ്ങൾക്കടക്കം തയ്യാറാകുക എന്നതായിരുന്നു BJPയുടെ ഒരു നിർദ്ദേശം തന്നെയടക്കം. പ്രധാനമന്ത്രി അടക്കം ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരെ കാണുവാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതലായി ചേർന്ന് നിന്നത് സിറോ മലബാർ സഭയിൽ തന്നെയായിരുന്നു. സിറോ മലബാർ സഭാ മേലധ്യക്ഷന്മാരെ പലകുറി ഇവിടെ നിന്ന് കർദിനാളായാലും മറ്റ് നേതൃത്വമായാലും എല്ലാം തന്നെ നേരിട്ട് കാണുവാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുകയുണ്ടായി. പലരും ആ വഴിക്ക് തന്നെയായിരുന്നു ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇവിടേക്ക് എത്തുകയും ഈ സഭാ മേലധ്യക്ഷന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്കിടയിലും നടത്തുകയും എല്ലാം തന്നെ ചെയ്തു. എന്തായാലും അതിൽ നിന്നെല്ലാം കൃത്യമായ ഒരു കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട് എന്ന് ഒരു ഭാഗത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട്. ഏതായാലും ഈ ഒരു നടപടിയെ സുസ്വാഗതം ചെയ്തുകൊണ്ട് 2 മന്ത്രിമാർ കേരളത്തിന് ലഭിച്ചു എന്നത് വലിയ കാര്യം തന്നെയാണ്. അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സിറോ മലബാർ സഭയിൽ നിന്ന് മന്ത്രിസഭ ചുമതലയേറ്റിയ ശേഷം തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഇപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് അറിയിപ്പ് വന്നിരിക്കുന്നതും അതും രാഷ്ട്രീയ കേരളത്തിൽ ഒരു പുതിയ ദിശാസൂചിക തന്നെയാണ് തുറക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും കേന്ദ്രമന്ത്രിസഭയിലെ പ്രാതിനിധ്യം സ്വാഗതം ചെയ്ത സിറോ മലബാർ സഭ കേരളത്തിന്റെ പൊതു താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനും വികസനം ത്വരിതപ്പെടുത്താനും കഴിയട്ടെ എന്നാണ് സഭ ആശംസിക്കുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകൾ